ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ ഗൂഗിളിൽ വെറുതെ നോക്കിയപ്പം EMSന്റെ ഒക്കെ കൂടെയുള്ള ഒരു പിക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെ, എന്തൊക്കെയായിരിക്കും? അത് ശരിക്കും ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ നേതാക്കന്മാരുമായി സംസർഗമുള്ള ഒരു കുടുംബമാണ് എൻ്റെത്. എൻ്റെ വല്യമ്മാവന്മാര് സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. എന്ന് വെച്ചാൽ വലിയ അറിയപ്പെടുന്ന നേതാക്കന്മാരൊന്നും അല്ല, നാട്ടുംപുറത്തുള്ള സമരത്തിനെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന ആളുകളായിരുന്നു. ഈ അമ്മയുടെ വല്യമ്മ എന്ന് വിളിക്കുന്ന അമ്മയുടെ അമ്മയാണ് അമ്മമ്മയുടെ സഹോദരങ്ങൾ. അവര് 5 സഹോദരങ്ങൾക്ക് കൂടി ഒരു സഹോദരിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ വലിയൊരു നിലയിലാണ് അവരന്ന്. അവരുടെ അച്ഛൻ ഈ മാക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാരുടെ തോട്ടത്തിലൊരു സൂപ്പർവൈസറായിരുന്നു അന്ന്. അതൊക്കെ അന്ന് വലിയ പദവിയായിരുന്നു. അപ്പോൾ ചാക്ക് അരി കൊണ്ടുവരിക, പിന്നെ വീട്ടിൽ കൊണ്ടുവരിക, കുട്ടികളെ നല്ല ഉടുപ്പും സോക്സും ഒക്കെ ഇടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെള്ളക്കാരൻ പോലെ എന്നൊക്കെ പറയുമെന്ന്. അങ്ങനെ ഒരു നല്ല അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കുടുംബം തുടക്കത്തിൽ. പിന്നീട് അമ്മാവന്മാരെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയി മാറിയപ്പോൾ അതൊക്കെ പോയി. 1940കളിൽ 48ലൊക്കെ പരമദരിദ്രാവസ്ഥയിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ എല്ലാം ഭൂമിയൊക്കെ ഉള്ളതൊക്കെ വിറ്റു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴും പോലീസുകാരുടെ ഇടപെടൽ, മർദ്ദനം, സമരമൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ വല്യമ്മാവന്മാർ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടാണല്ലോ എല്ലാവരും തുടങ്ങുന്നത്. പക്ഷെ കോൺഗ്രസിനകത്ത് പിന്നീട് ഈ സോഷ്യലിസ്റ്റ് ആശയഗതിക്കാർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ചപ്പോൾ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി. 1939 ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ, പിണറായിയുടെ നാട്ടിലെ പാറപ്പുറത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ ഒരുമിച്ച് ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ അമ്മാവന്മാർ കമ്മ്യൂണിസ്റ്റായപ്പോൾ പിന്നെ ഇവർക്കെതിരെ ഭയങ്കര മർദ്ദനം. അന്നത്തെ മലബാർ സ്പെഷ്യൽ പോലീസ് പിന്നെ മറ്റുള്ള പോലീസുകാരെല്ലാം കൂടിയുള്ള വലിയ മർദ്ദനമൊക്കെ ഉണ്ടായി. ചില എൻ്റെ രാമുണ്ണി അമ്മാവൻ എന്ന് പറയുന്ന അമ്മാവൻ ജയിലിൽ കിടന്ന് മർദ്ദനം സഹിച്ച അവസാനം ചോര ചുമച്ച് തുപ്പുന്ന അവസ്ഥയിലെത്തി. അങ്ങനെയാണ് മരിക്കുന്നത്. മറ്റൊരമ്മാവിന് സേലം ജയിലിൽ നിന്ന് വെടികൊണ്ടു. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ സമൂഹത്തിന് വേണ്ടി, എന്ത് മാറ്റം ഉണ്ടാവണം? ഇപ്പോൾ തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കണം, നാനാജാതി മതസ്ഥർക്ക് അവകാശമുണ്ട് ഈ മണ്ണിന്, അതുപോലെ തന്നെ പഠിക്കണം, വിദ്യാഭ്യാസം നേടിയിട്ട് വേണം മുന്നോട്ട് വരാൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തിലെ തുല്യത, ഇതെല്ലാം മനസ്സിൽ അന്ന് ആർജിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.